നമസ്കാരം. വരും മാക്സിമം രാജ്ബാ ബാബാ രാജ്ബാ കേട്ടോ രാജ്ബാ ബാബു അതന്നെ റൈറ്റ് സൈഡ് വലിച്ചു. Flag salute. എല്ലാരും ഒരുമിച്ച് വരൂ മക്കളെ വരൂ മോളി കയറി നിൽക്ക് മക്കളെ ചെല്ലുന്നാലേ പാർട്ടി അറ്റൻഷൻ जनगण मन गतिनायक जय हे भारत भाग्य विधाता पंजाब सिंध गुजरात मराठा द्राविड उत्तर गंगा विंध्य हिमाचल यमुना गंगा उच्चल जलसि तरंगा तव शुभ नामे जाने तव शुभाशिष माने गाहे तव जय दादा जनगण मंगलदायक जय हे भारत भाग्य विधाता जय हे जय हे जय हे जय 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 हे. റിപ്പബ്ലിക് ദിന വാർഷികം നമ്മൾ ആഘോഷിക്കുന്ന ഭാഗമായി നമ്മുടെ ഈ ചെറിയ കുഗ്രാമത്തിൽ പഴഞ്ഞാറമളയം എന്ന കുഗ്രാമത്തിൽ നജ്മുൽ ഹുദ മദ്രസ വിദ്യാർത്ഥികളോടുകൂടി പഴഞ്ഞാറമളയം ഹനഫി സുന്നത്ത് ജമാ മസ്ജിദ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു റിപ്പബ്ലിക് ഡേ കൊടി എത്തിയ നമ്മുടെ വലിയ സ്വീകരണമായി സ്വീകരിച്ച് ഇവിടെത്തിയ നമ്മുടെ ബഹുമാനപ്പെട്ട കൊഴിഞ്ഞാമ്പാറ പോലീസ് സ്റ്റേഷനിലെ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് അവർ സുരേഷ് സാർ അവരുടെ എനിക്ക് എൻ്റെ പേരിലും ഈ മഹലിൻ്റെ പേരിലും മഹർദവുമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ നമ്മുടെ മുത്തവല്ലി ജനാബ് സുലൈമാൻ അവരെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ നമ്മുടെ മഹല്ല് പ്രസിഡന്റ് മുഹമ്മദ് ബനിയൻ അവരെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ ഈ നജ്മുൽ ഹുദ മദ്രസ വിദ്യാർത്ഥികളെ
ഈ തരത്തിൽ വാർത്തെടുക്കാൻ വളരെ കഠിനാധ്വാനം ചെയ്ത് നല്ല രീതിയിൽ വിജ്ഞാനം പകർന്നു കൊടുക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട ഇമാം മുഹമ്മദ് മുസമ്മിൽ ബാക്കവി അവരുടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കമ്മിറ്റി അംഗങ്ങളെയും മഹല്യവാസികളെയും നജ്മുൽ ഹുദ മദ്രസ വിദ്യാർത്ഥികളെയും ആർദ്രമായി എൻ്റെ പേരിലും മഹല്ല് കമ്മിറ്റിയുടെ പേരിലും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ പരിപാടി നമ്മളിപ്പോൾ ഇവിടെ സംഘടിപ്പിക്കാൻ തന്നെ കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ ഒരുപാട് മഹത്തുക്കൾ ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും ഒരുപാട് ത്യാഗങ്ങൾ അനുഭവിച്ച് കിട്ടിയ ഈ സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ അതിന് സ്വാതന്ത്ര്യദിനം കിട്ടിയെങ്കിലും അതൊരു ഭരണഘടനാപരമായി നമ്മളൊക്കെ നിയമം അനുസരിക്കണം, അങ്ങനെ ഒരു നിയമം ഉണ്ടാക്കണം എന്നുള്ള ഈ നിയമം അനുസരിക്കണമെന്ന് നിയമം വേണം. ആ നിയമം വിഭാവനം ചെയ്ത ഭരണഘടനാപരമായ ഒരു സംവിധാനത്തിൽ എത്തിയത് ഒരുപാട് സമയമെടുത്തതിന് ശേഷമാണ്. അതാണ് ഈ ജനുവരി നമ്മൾ ഓഗസ്റ്റ് 15 കഴിഞ്ഞാൽ പിന്നെ ജനുവരി 26 റിപ്പബ്ലിക് ആഘോഷിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഒട്ടനവധി നിരവധികൾ രാത്രി മുഴുവൻ ഉറക്കമൊഴിച്ചൊക്കെയാണ് നമ്മുടെ ഭരണഘടനാ ശില്പി എന്ന് അറിയപ്പെടുന്ന നമ്മൾ അംബേദ്കർ സാർ, അതുപോലെ തന്നെ ഒട്ടനവധി നിരവധി മഹത്തുക്കൾ ഇതിനു വേണ്ടി ഒരുപാട് പ്രയത്നങ്ങൾ അവരുടെ ജീവിതം മുഴുവൻ മാറ്റിവെച്ച് നമുക്ക് വേണ്ടി ഈ ഒരു ഭരണഘടന നമുക്ക് ഉണ്ടാക്കി തന്നിരിക്കണം. ഇന്ത്യയിലെ ജനാധിപത്യം, മതേതരത്വം, ഐക്യത്തോടു കൂടി സ്നേഹത്തോടു കൂടി നമ്മളെ എങ്ങനെ ജീവിക്കണം, നമ്മളെ എന്ത് പറയാം, ഒരു അമ്മ പെറ്റ മക്കളെ പോലെ നമ്മൾ ജീവിക്കണം എന്നുള്ള ഒരൊറ്റ ആഗ്രഹം, ഒരു ലക്ഷ്യം, അതുമാത്രമായിട്ട് ലക്ഷ്യം. അതിനുവേണ്ടി മാത്രമാണ് ഈ ഭരണഘടന നമ്മളെ ഈ രാജ്യത്ത് ഉടലെടുത്തത്, രൂപീകരിക്കപ്പെട്ടത്. അത് ഇന്നും നമ്മൾ മരണം വരെ ഈ ഒരു തലമുറയിലേക്ക് കൈമാറുക എന്ന ഏറ്റവും വലിയൊരു സന്ദേശമായിട്ടാണ് നമ്മുടെ ഈ സംവിധാനത്തിൽ ചെറിയൊരു പരിപാടി നമുക്കിവിടെ സംഘടിപ്പിക്കാൻ പറ്റിയത്. അതിൽ ഈ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും എൻ്റെ റിപ്പബ്ലിക് ദിന ആശംസകൾ നേർന്നുകൊള്ളുന്നു. മാത്രമല്ല, ഇന്ന് ഈ രാജ്യത്തിൽ ഈ റിപ്പബ്ലിക് ഈ നിയമമായാലും ആ നിയമം നടപ്പാക്കുന്നതിന് വളരെ പ്രസ്തുത സുത്യാർത്ഥമായ സ്ഥാനം വഹിക്കുന്ന നമ്മുടെ രാജ്യത്തിലെ സൈന്യം, അതിനടുത്തത് നമ്മുടെ രാജ്യത്തിലെ പോലീസ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇപ്രാവശ്യം നമ്മളെ പോലീസ് സേനയെ നമ്മൾ ബഹുമാനിക്കണം, അവരെ ആദരിക്കണം എന്ന രീതിയിലാണ് ഇതിൽ ഇവിടെ നമ്മളെ ASS എത്തിയിരിക്കുന്നത്. അവരെ ആ സേനയ്ക്ക് മുഴുവൻ അഭിനന്ദനങ്ങളും ഈ മഹലിൻ്റെ പേരിൽ നമ്മൾ സ്നേഹത്തിന് വേണ്ടിയിട്ട് സ്നേഹപ്രകാരമായി ബഹുമാനപ്പെട്ട സുരേഷ് സാർ അവർക്ക് ചെറിയൊരു പുഷ്പം കൊടുത്ത് സ്വീകരിക്കുകയാണ്. ആ സേനയെ മുഴുവൻ ആദരിക്കുന്നതിൻ്റെ ഭാഗമായി ഞങ്ങൾക്ക് പെട്ടെന്നായിരുന്ന ഒരു പരിപാടി ആയതുകൊണ്ട് സാർ അത് തീർച്ചയായിട്ടും ഈ പരിപാടി തുടർന്ന് നമ്മളെ കൊടിയുയർത്തിയ ബഹുമാനപ്പെട്ട ASS സുരേഷ് സാർ അവർ നിങ്ങളോട് പ്രചോദന വാക്കുകൾ സംസാരിക്കുന്നത്. നമ്മൾക്ക് ആദ്യം പ്രതിജ്ഞയില്ല, നമ്മുടെ ഭാരതത്തിന്റെ പ്രതിജ്ഞയില്ല, അതിനുശേഷം 2 വാക്ക് സംസാരിക്കാം. കഴിഞ്ഞു. ഇന്ത്യ എൻ്റെ രാജ്യമാണ്. എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ്. ഞാൻ എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു. സമ്പൂർണവും വൈവിധ്യപൂർണമായ എൻ്റെ പാരമ്പര്യത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. ഞാൻ എൻ്റെ മാതാപിതാക്കളെയും ഗുരുജനങ്ങളെയും മുതിർന്നവരെയും ബഹുമാനിക്കും. ഞാൻ എൻ്റെ രാജ്യത്തിൻ്റെയും എൻ്റെ നാട്ടുകാരുടെയും ഐശ്വര്യത്തിനു വേണ്ടി പ്രയത്നിക്കും. ജയ് ഹിന്ദ്. വളരെ സന്തോഷം നിറഞ്ഞ സമയമാണ്. കൊച്ചുമക്കളോടൊപ്പം കുട്ടിക്കാലം ഓർമ്മ കിട്ടും. കാരണം ഇന്നത്തെ തലമുറ പറഞ്ഞു കഴിഞ്ഞാൽ മൊബൈലിൽ അഡിക്റ്റ് ആയിട്ട് ഇത്തരം കാര്യങ്ങളൊന്നും വിട്ടുമാറി നിൽക്കുന്ന ഒരു സമൂഹമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കെല്ലാം അറിയുന്ന കാര്യമാണ്. അതിന് മാറ്റിമറിക്കാൻ വേണ്ടിയിട്ട് ഇത്തരം കാര്യം ചെയ്ത് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന നമ്മുടെ പള്ളി കമ്മിറ്റി ആയതിന് അഭിനന്ദിക്കുകയാണ്. പിന്നെ പറയാനുള്ളത്, മക്കൾ ചെയ്യേണ്ട കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനമ്മമാരെ ബഹുമാനിക്കുക, അതുപോലെ നമ്മുടെ രാജ്യത്തിന് പുരോഗതിക്ക് വേണ്ടി പ്രയത്നിക്കുക, നല്ല രീതിയിൽ നല്ല പൗരന്മാർ വളരുക. കേൾക്കണ്ടോ? നല്ല പൗരന്മാർ വളരണം. മൊബൈൽ ഉപയോഗിക്കരുത്. മൊബൈൽ പഠിക്കുന്ന പിള്ളേർ മൊബൈൽ ഉപയോഗിക്കരുത്. നല്ല കുട്ടികളെ വളരണം. അതുപോലെ തന്നെ ഇത് ചെയ്യേണ്ടത് സമൂഹത്തിന് നമ്മുടെ കാർമിക വലിയ വിപത്താണ് ലഹരി. പുതുതലമുറ
ലഹരിക്കടിപ്പെട്ടിട്ടുള്ള ഒരു തലമുറയാണ്. അതിനെതിരെ നമ്മൾ ഉപയോഗിക്കുന്നത് പ്രൊഡക്റ്റീവ് വേല ചെയ്യാൻ നമ്മൾ പ്രയത്നിക്കണം. എല്ലാവരും ചെറിയ കുട്ടികൾ സ്കൂൾ പിള്ളേരെങ്കിൽ നമ്മൾ അവരെ നമ്മളെ എന്താ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനൊന്നും പെടാതെ രീതിയിൽ നല്ല രീതിയിൽ വളർന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ആവശ്യമാണ്. ബഹുമാനപ്പെട്ട ഇമാം അമർ ഉസ്താദ് അവர்கள் നമ്മുടെ ഭരണഘടനയുടെ ആമുഖം നമ്മളെ കൊണ്ട് ചൊല്ലിപ്പിക്കുന്നതാണ്. നാം ഇന്ത്യക്കാരാണ്. നമ്മുടെ രാജ്യത്തെ നാം സ്നേഹിക്കണം. ഇന്ത്യയിൽ ആർക്കും ഏത് മതവും വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇവിടെ എല്ലാ മതവിശ്വാസികളും സംരക്ഷണവും ഭരണഘടന ഉറപ്പു നൽകുന്നു. ജനാധിപത്യ മതേതര രാജ്യമാണ്. മതത്തിന്റെ പേരിൽ അന്യമതസ്ഥരെ ദ്രോഹിക്കാനോ പാടില്ല. പരസ്പരം സ്നേഹവും മമതയും പുലർത്തണം. നമ്മുടെ നാടിന്റെ ഐശ്വര്യവും പുരോഗതിയുമായ നമ്മുടെ ലക്ഷ്യം. നമ്മുടെ അറിവും ആരോഗ്യവും അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തണം. മതത്തിന്റെ പേരിൽ പ്രശ്നം ഉണ്ടാക്കുന്നവരെ നാം അംഗീകരിക്കരുത്. പരസ്പരം കരുണ ചെയ്യുകയാണ്. മറ്റുള്ള മതസ്ഥരെ ആക്രമിക്കാൻ പാടില്ല. അന്യമതസ്ഥരുടെ ആരാധ്യ വസ്തുക്കളെ ചീത്ത പറയരുത് എന്ന് അല്ലാഹു തആല പറഞ്ഞിരിക്കുന്നു. നാടിന്റെ ഐശ്വര്യവും പുരോഗതിയും നമ്മുടെ ലക്ഷ്യമാണ്. ദേശസ്നേഹം സത്യവിശ്വാസിയുടെ സ്വഭാവത്തിന്റെ ഭാഗമാണ്. എല്ലാ മതസ്ഥരും ഒരുപോലെ ശാന്തിയോടെയും സമാധാനത്തോടെയും ജീവിക്കുന്ന ഒരു ഇന്ത്യയാണ് നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ സ്വപ്നം കണ്ടത്. ആ സ്വപ്നം നമുക്ക് സാക്ഷാത്കരിക്കാൻ സാധിക്കണം. അതിനായി നാം പ്രവർത്തിക്കണം. ജയ് ഹിന്ദ്.